മൂന്നിലൊരംശം ഞാൻ തീയിലൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിച്ചു. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിച്ചു. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ബലമെന്ന് അവരും പറയും. ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗത്ത് വചനം പറയുകയാണ്, മൂന്നിലൊരംശം ഞാൻ തീയിലൂടെ കടത്തിവിട്ടു. എന്തിനാണെന്നറിയാമോ? അവരെ വെള്ളി തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ എനിക്കവരെ ഊതിക്കഴിക്കണം. എന്തിനാ ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത്? എന്തിനാ കർത്താവെ ഇവരെ ഇങ്ങനെ തീയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്നത്? കർത്താവ് പറയും, എനിക്ക് ശക്തമായി പറയണം ഇവൻ എൻ്റെ ജനമാണ്. ഇവര് പറയണം ഇതെൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഇവരെ നോക്കുന്നവർക്കറിയണം ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ചന്ദ്രക്കമേശക്ക് അബേദ്രഗോം തീച്ചുളയിൽ ഇറങ്ങിയപ്പോൾ, തീച്ചുളയിൽ വീണപ്പെട്ടപ്പോൾ അതിൽ നാലാമതൊരുത്തനും കൂടെ ഇറങ്ങി. എന്തുകൊണ്ടാ? അവരെ കണ്ടവർ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. തീക്ക് സമാനമായ ശോധനകൾ, പരീക്ഷകൾ, നിന്ദകൾ, പീഡകൾ, ഒറ്റപ്പെടൽ കടന്നു വരുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞുകൊണ്ടിട്ടാണ്. ഇതിന്റെ അകത്തൂടെ നിന്നിലൊരു ശുദ്ധീകരണം നടക്കുന്നുണ്ടെങ്കിൽ, ദൈവം കടത്തിവിട്ട ഈ ശോധനയ്ക്കകത്തു നിന്ന് നീ പുറത്തു വരുമ്പോൾ നിനക്കൊരു വ്യത്യാസം വരും. എന്തെന്നറിയാമോ? ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും, ഇത് എൻ്റെ മകനാണ്. നീയും വിളിച്ചു പറയും, ഈ ദൈവം എൻ്റെ ദൈവമാണ്. നിന്നെ കാണുന്നവർ വിളിച്ചു പറയും, ഇവനൊരു ദൈവമുണ്ട്, അത് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രക്രിയ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ ശോധനകൾ നീണ്ടു വരും. എന്താണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ തകർത്ത് കളയാൻ മനസ്സില്ല. ഏതെങ്കിലും വിധേന നിന്നെ ഒന്ന് വിടുവിച്ച് കഴുകിയെടുക്കാൻ കഴിയുമെങ്കിൽ, ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ശുദ്ധീകരിക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചാലോ എന്ന് ചിന്തിക്കുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും ശോധനയുടെ വിട്ടുമാറാത്ത ശോധനയിൽ, വിട്ടുമാറാത്ത തീച്ചൂള നിന്നെ ദഹിപ്പിക്കുന്നു, വിട്ടുമാറാത്ത പൊന്ന് തീയിൽ ഉരുകുന്നത് പോലെ നീ ഒരുകുന്ന അനുഭവമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ശുദ്ധീകരണം പ്രാപിച്ച് ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയാൻ യേശു ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചാലോ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി തീയിട്ട് ചുട്ടുകളയാം. കാൽവരിയിൽ യേശു യാഗമായി തീർന്നു. എന്നിട്ട് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ അഗ്നി നാവിടുക അവരുടെ മേൽ പകർന്നു. എന്നിട്ട് ആത്മാവ് ഉച്ചരിപ്പൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പുതിയ നിയമത്തിന്റെ തീയുടെ പുൽപ്പെട്ട് വെളിപ്പെട്ട് വന്നു. അതിന്റെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നു. 3000 എണ്ണം സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് കയറി. ഹല്ലേലൂയ. ഇന്ന് പകലും ഈ ഒരു അഭിഷേകം രാസക്കൈമിൽ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. വ്യത്യസ്തമായ ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാത്ത അനുഭവം, മരിച്ചാൽ മതി എന്ന് പറയുന്ന അനുഭവം. എന്തിനു പറയുന്നു? നിന്റെ അധരങ്ങൾ കൊണ്ട് തന്നെ മരണത്തോട് ഉരവിട്ട് പറയുന്ന പൈശാചി ശക്തികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ അതിനെ വെട്ടി ഉയർന്നു കയറുവാൻ, വിശുദ്ധീകരണം പ്രാപിച്ച് കയറാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. അബരത്തെ ദൈവത്തോട് നന്ദി പറയേണ്ടതാ, ദൈവത്തെ സ്തുതിക്കേണ്ടതാ, ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ വിളിച്ചു പറയണതാ. നിന്റെ അബരത്തെ പിശാച് ബന്ധിക്കുന്ന, പിശാച് പറയിടുന്ന, നിന്റെ ആരാധനയെ ബന്ധിക്കുന്ന, നിന്റെ കുടുംബജീവിതത്തെ ബന്ധിക്കുന്ന, നിന്റെ തലമുറയെ ബന്ധിക്കുന്ന, നിന്റെ സഭയെ ബന്ധിക്കുന്ന പൈശാചിക തന്ത്രത്തെ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരണത്തോടെ മടങ്ങി വരിക. ചിലപ്പോൾ പിശാച് ഇടപെടുന്നത് നമ്മുടെ മെന്റാലിറ്റിയാ. ഹല്ലേലൂയ. നമ്മുടെ ഞാനെന്നുള്ള പാപമാ എന്നൊക്കെയുള്ള തോന്നൽ പിശാച് ഉള്ളിൻ്റെ ഉള്ളിലിടുമ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന തീയുടെ അഭിഷേകത്തെ നീ അറിയാതെ ബന്ധിക്കുന്നു. ഇന്ന് പകൽ സ്വർഗം പറയുകയാണ്, നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ച്
നീ കടന്നു വരണം. എന്തിനെന്നറിയാമോ? നീ സാധാരണപ്പെട്ടവനല്ല. നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടിയവനാ. ദൈവത്തിന്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം? തീയുടെ പുൽപ്പുറ്റിൽ നിന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തെ മഞ്ഞും വരെ വഹിക്കത്തില്ല. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായി സ്തോത്രം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇസബേലിന്റെ ശക്തികൾക്ക് അനങ്ങാൻ കഴിയാതെ, ഹല്ലേലൂയ, ബാലിന്റെ ശക്തികൾക്ക് അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന അഭിഷേകമുള്ളവരെ, നിന്റെ ആദരത്തെ കുടുക്കി, നിന്റെ മനോഭാവത്തെ കുടുക്കി, നിന്നെ ബന്ധിക്കുന്ന ദുർവ്യാപാരത്തെ ഇതുവകൾ വലിച്ചെറി. ദൈവം ശുദ്ധീകരണത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും ഇന്ന് പകൽ സഭ സ്തോത്രം, ഹല്ലേലൂയ, ശാസിച്ചു മാറ്റുവാൻ ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്. ദൈവാത്മാവിൽ ആശ്രയിക്കുക. ഹോളി സ്പിരിറ്റിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭാവനകൾ ഹോളി സ്പിരിറ്റിൽ മൂവ് ചെയ്യട്ടെ. നമ്മുടെ ചിന്തകൾ സ്പിരിറ്റിൽ മൂവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. അങ്ങേ കൂടാതെ എനിക്കൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഇന്നലെ ആശ്രയിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന് മുൻപാകെ നെടുമ്പാട് വീഴുന്ന ഒരു ഭക്തനെ ഇന്നലെ സ്വർഗം തെളിയുന്നു. ശംഭരാജന റിഗതരഗലഗ ശംഭരാജന റിഗലഗലഗസി വൈഡരിബലവ ശംഭരാജന. പരിശുദ്ധാത്മാവിൽ അല്ലാതെ എനിക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ എനിക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. സഭ അഭിഷേകത്തിൽ നിറയട്ടെ. തീയുടെ അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ശംഭരാജ വൈഡരിഗലഗ ശംഭരാജന. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ദൈവം യേശുവെ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിയും. നിനക്കൊരു നാളും ഇങ്ങനെ സംഭവിക്കരുത്. പടാനായകന്റെ കാതറക്കാൻ അവൻ വാളെടുത്തു, കാതറത്തു. ഹല്ലേലൂയ. എന്നാൽ നോക്കുക, തീയുടെ പുൽപ്പുറ്റിൽ കയറാത്തോളം കാലം കേവലം അടിച്ചു തൂപ്പുകളുടെ മുൻപിൽ പരാജയപ്പെട്ടു പോയി. അവൻ പറഞ്ഞു, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. അവൻ ആണയിട്ട് പ്രാഗി പറയുകയാണ്. എന്തെന്നില്ലാത്ത ഭീതി, എന്തെന്നില്ലാത്ത പരിഭ്രമം അവനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോയി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലായിട്ട് കൂടെയുള്ള 7 പേരെ വിളിച്ച് അവൻ പിന്മാറ്റത്തിൽ പോയി. അവിടെ ഇവന്റെ കർത്താവ് തേടി വന്നു. മകനെ കൂട്ടുവാൻ വല്ലത് ഉണ്ടോ എന്ന് ചോദിച്ച് അവർക്ക് വേണ്ടി കാത്തിരുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. ഈ പത്രോസിനെ മർക്കോസിന്റെ മാളിക മുറിക്കകത്തിരുന്ന് ഈ തീക്കകത്തൂടെ കടത്തിവിട്ടു. അഗ്നി നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവരിരുന്ന വീട് മുഴുവൻ നിറച്ച് അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ 3000 എണ്ണത്തെ അന്നേ ദിവസം തന്നെ സ്നാനപ്പെടുത്തി സഭയ്ക്കകത്ത് കയറ്റിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ വ്യാപരിക്കുന്ന, ഹല്ലേലൂയ, നിങ്ങളുടെ ആരാധനയെ തടയുന്ന, നിന്റെ അഭിഷേകത്തിന് വിരോധമായി നിന്മേൽ വ്യാപരിക്കുന്ന ദുർചിന്തകൾ, സ്തോത്രം, നിന്റെ മനോഭാവങ്ങൾ, ഞാനെന്നുള്ള ഭാവം, ഹല്ലേലൂയ, ഞാൻ എന്തൊക്കെയോ കഴിയുമെന്നുള്ള പത്രോസ് പറഞ്ഞ പോലെ യേശുവിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ വിട്ടുമാറട്ടെ. അതിനെ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. ബുദ്ധിയിലുണ്ടായ നമ്മുടെ സകല കണക്ഷൻസും ഇന്ന് പകൽ പരിശുദ്ധയാത്മാവിലാവട്ടെ. പരിശുദ്ധയാത്മാവിലായാലുള്ള ഗുണം എന്തെന്നറിയാമോ? പൗലോസ് പറഞ്ഞു, ശരീരത്തോടെ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിഞ്ഞു, 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഭാഷ കേൾക്കുന്നു, ഭാഷ സംസാരിക്കുന്നു. തീയുടെ അഭിഷേകം ഒരുവന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റാസൽ കൈമ കണ്ടിട്ടില്ലാത്ത, റാസൽ കൈമ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശുശ്രൂഷ ചെയ്യാൻ ഈ സഭയ്ക്കകത്തുനിന്ന് ഇതിനകത്തുനിന്ന് അഭിഷക്തന്മാര് എഴുന്നേൽക്കുന്നത് ഇന്ന് മുതൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതുകൊണ്ട് പത്രോസും പൗലോസും പറയുകയാണ്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കത്തില്ല.
ആമേൻ, എന്റെ ശരീരത്തിന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കത്തില്ല. പിന്നെ ഞാൻ പ്രശംസിക്കുന്നത് എന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആമേൻ തീയുടെ അഭിഷേകമുണ്ട്, എന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ കുറയണം, അവൻ വളരണം. ഇന്ന് പകൽ നമ്മിലൂടെ ആമേൻ ക്രിസ്തു ജീവിക്കുന്നത് വെളിപ്പെട്ടു വരാൻ ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവരുടെ സ്വരം ആദരങ്ങൾ ചലിക്കട്ടെ, അങ്ങനെയുള്ളവർ ആത്മാവിൽ മൂവി ചെയ്യട്ടെ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, മോശയോടും അഹരോനോടും നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ, ശ്രദ്ധിക്കണം, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാഞ്ഞിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല. ദൈവം ഇങ്ങനെ പറയാൻ കാരണം എന്താ? മോശയോട് പറഞ്ഞു, അഹരോനോടും മോശയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി പാറയോട് കൽപ്പിക്കുക. ആമേൻ. മോശ പോയി പാറ അടിച്ചതൊന്നും അല്ല വിഷയം. ഇവിടെ ദൈവം പറയാണ്, ജനത്തിന് മുൻപേ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. അത് നീ എന്ത് ചെയ്യണം? നീ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ വെളിപ്പെട്ട് നിൽക്കണം. അത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് മോശയും അഹരോനെയും ദൈവം ഈ ജനത്തിന് മുൻപിൽ നിർത്തിയിരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയിൽ ആര് വെളിപ്പെട്ട് നിൽക്കണം? ദൈവം വെളിപ്പെട്ട് നിൽക്കണം. ജനത്തിന്റെ നടുവിൽ ദൈവം വിശുദ്ധീകരിച്ചിരിക്കണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവം അശുദ്ധനെന്ന് എണ്ണത്തക്കവണ്ണം ആമീൻ നമ്മുടെ വിശ്വാസം ആമീൻ അവിശ്വാസമായി പോയെങ്കിൽ ദൈവം പറയും, ഞാൻ ഈ വാഗ്ദത്ത ദേശത്ത് ആമീൻ നിന്നെ കൊണ്ട് ഈ ജനത്തെ പ്രവേശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ പാറ അടിച്ചതല്ല വിഷയം. ആമീൻ റാസക്കൈമയിൽ ആത്മാർത്ഥമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് ദൈവം അകത്തമായിരിക്കണം. എന്റെയോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ കഴിവിനെയോ ഞാൻ വെളിപ്പെടുത്തുന്നെങ്കിൽ ദൈവം പറയും, ഈ ദേശത്ത് ഞാൻ വെച്ച വാഗ്ദത്തത്തെ അവൻ നിവർത്തീകരിക്കാൻ നിന്നെ കൊണ്ട് ഞാൻ പ്രാപ്തനാകത്തില്ല. നീ ഒരു വാക്കേ പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് വെളിപ്പെട്ടു വരണത് എന്റെ കർത്താവ് ജീവിക്കുന്നു. നിന്നെ കാണുന്നവൻ ജീവിക്കുന്ന ദൈവമുണ്ട്. ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവൻ എന്റെ മകൻ. നീ പറയണം, എനിക്കൊരു ദൈവമുണ്ട്, ഇതെന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്വർഗത്തെയും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ആമീൻ പ്രസന്റ് ചെയ്യാൻ ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കാൻ കടന്നു വന്ന ദൈവജനമേ, നിന്റെ ആരാധനയിൽ നിന്റെ ഒരു വാക്ക് നിന്റെ സ്തോത്രത്തിൽ ഹല്ലേലൂയ പ്രശംസ എടുക്കുന്നത് ഹല്ലേലൂയ പ്രദർശിപ്പിക്കുന്നത് നീ പ്രസന്റ് ചെയ്ത് അറിയാ ജീവിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. നീ അന്യഭാഷയിൽ ആരാധിക്കുന്നില്ലേ? നീ സ്തോത്രം ചെയ്തില്ലേ? നീ കൈയടിക്കുന്നില്ലേ? ഇവിടെ മഹത്വമെടുക്കുന്നത് യേശുവാണെങ്കിൽ ഇന്ന് മകൾ ആമീൻ തീയുടെ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കയറി നിന്ന് ഇന്ന് മകൾ ദൈവത്തെ സ്തുതിക്കാൻ തീയുടെ പ്ലാറ്റ്ഫോമിൽ അകത്താണ് പത്രോസ് നീ എഴുന്നേറ്റതെങ്കിൽ ഇന്ന് പകൽ 3000 എണ്ണം ഇതിനകത്ത് കയറും. ഹല്ലേലൂയ. അല്ല അരമന മുറ്റത്ത് ഹല്ലേലൂയ ഭയത്തോട് ആമീൻ നിന്റെ ബുദ്ധിയിലാണ് എഴുന്നേറ്റെങ്കിൽ ആമീൻ നീ പ്രാഗി ആടയിട്ട് ഇറങ്ങിപ്പോകേണ്ടത് വരും. ആമീൻ ഇന്ന് പകൽ നീ ആരാധിക്കാൻ കടന്നു വന്നത് ഹല്ലേലൂയ തീയുടെ അഭിഷേകത്തിന്റെ പുൽപുറ്റ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ വാക്കുകൾക്ക് നിന്റെ പ്രവചനങ്ങൾക്ക് നിന്റെ മേൽ പകരുന്ന ഒരു ശക്തിയുണ്ട്. ഒരിക്കൽ ഒരു പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആമീൻ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ. ആമീൻ ഇത് പറഞ്ഞ നിമിഷം ആമീൻ ഒരു ദൂതൻ ഒരു തീ എടുത്തുകൊണ്ടെന്ന് കരലിന്മേൽ എടുത്തുകൊണ്ടെന്ന് ഇവന്റെ നാവിലും തൊട്ടു. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഇനി മുതൽ പ്രവാചകനാ. എങ്ങനെ പ്രവചിക്കണം? ആമീൻ നീ ചുറ്റും നിൽക്കുന്നവരെ കണ്ടിട്ട് അയ്യോ ഞാൻ കഴിവില്ലാത്തവനാണെന്നല്ല പറയേണ്ടത്. നീ ഒരു പ്രവചനം ചെയ്താൽ ആമീൻ അത് തീയിൽ നിന്നുള്ള പ്രവചനമാണെങ്കിൽ ഇന്ന് മുതൽ രാജ്യങ്ങളെ തൊടുന്ന ആമീൻ ദേശങ്ങളെ തൊടുന്ന സഭകളെ തൊടുന്ന പ്രവചന ശക്തമായി ഇതിനകത്ത് വ്യാപരിക്കുന്നത്.
കടക രിഗതേ ശംഭാരാജ അക്ഷരീവ രിഗതരാധ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീയുടെ അഭിഷക്തന്മാർ, തീയുടെ പുൽപ്പുറ്റാക്കി പ്രവചിക്കുന്ന അഭിഷക്തന്മാർ, ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. രാസൽ കൈവേൽ തീയിൽ ശുശ്രൂഷിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിന് വിരോധമായ സാഹചര്യങ്ങൾ, അതിന് വിരോധമായി ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഇന്നലെ പകൽ ശുദ്ധീകരണത്തിനായി ദൈവകരണം സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് മുതൽ പറയാൻ കഴിയും, യേശുപ്പ എന്നെ അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ ഞാൻ അർപ്പിക്കുകയാ. അമ്മേ, അങ്ങയുടെ ഹിതം എന്നിൽ വെളിപ്പെട്ടു വരണം. അങ്ങയുടെ ഇഷ്ടം സഭയ്ക്കകത്ത് വെളിപ്പെടണം. അങ്ങയുടെ ഇഷ്ടം എന്റെ കുടുംബത്തിൽ വെളിപ്പെടണം. അങ്ങയുടെ ഇഷ്ടം എന്റെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടണം. യേശു വെളിപ്പെട്ടു വരട്ടെ. നിന്റെ വാക്കുകളിൽ, നിന്റെ ആരാധനയിൽ യേശുവിനെ പ്രസന്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വെളിപ്പെട്ടു വരണം. നിന്റെ ആരാധനയിൽ യേശുവിൻ്റെ പ്രസൻസ്, അവൻ ഹല്ലേലൂയ, അവനായിരിക്കണം മഹത്വം. നിന്റെ കുടുംബജീവിതത്തിൽ അവനായിരിക്കണം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ യേശുവിനെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ആമേൻ, സ്തോത്രം. ആ പ്രസൻസ്, ആ ജ്യോതി, ആ ഗ്ലോറി ഹല്ലേലൂയ നിന്റെ മേൽ വീഴണം. റിഗബാരഗലഗ ശംഭരാധന ആമേൻ. തീയുടെ പുൽപ്പുറ്റ് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ മോശയോട് ദൈവം പറയുകയാണ്, അയ്യോ മോശേ, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരി മാറ്റുക. ഹല്ലേലൂയ. അർത്ഥം ഇതാണ്, നീ ഇന്നു മുതൽ എന്നെ പ്രസന്റ് ചെയ്യാനാണ് നീ പോകുന്നത്. നീ ഇന്നു മുതൽ അവൻ ഫറവോന്റെ മുൻപിൽ എന്നെ പ്രസന്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ വരെ നിന്നെ നടത്തിയ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കൊണ്ട് നീ നടക്കരുത്. ഹല്ലേലൂയ. എന്നെയാണ് നീ പ്രസന്റ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ മുതൽ നീ എന്നെ വഹിക്കണം. ഹല്ലേലൂയ. ഇത് എന്റെ ശരീരമാ, നിന്റെ ശരീരം എന്റെ മന്ദിരമാ. ആമേ, അതിനെ വിശുദ്ധമാക്കിക്കൊണ്ട് നടക്കണം. അഭിഷേകത്തിൽ നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ, സഭ അഭിഷേകത്തിൽ നിറയട്ടെ.